നമസ്കാരം. മൈൻഡ് മാറ്റേഴ്സിലേക്ക് സ്വാഗതം. 2025 തുടങ്ങിയപ്പോൾ മുതൽ ഞാനൊരു ഒന്ന് രണ്ട് ചെറിയ മോട്ടിവേഷണൽ ടോപ്പിക്കൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ എനിക്കതൊന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ സാവകാശം കിട്ടിയിട്ടില്ല. കാരണം 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ചാൽ, ഓരോ ദിവസം ഒന്നിനൊന്ന് ഗുരുതരമായ ഭീകരമായ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും ചെറിയ കുട്ടികൾ ചെയ്യുന്ന കൊലപാതകങ്ങൾ. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. പണ്ടൊക്കെ കൊലപാതകം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ധാരണയുണ്ട്, ഇത് വലിയവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കൊലപാതകം. കൊലപാതകി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ ഒരു രൂപമുണ്ട്, ഒരു ആജാനുബാഹുവായ ഒരു മനുഷ്യൻ, കട്ടിമീശയും ചുമന്ന കണ്ണുമൊക്കെ ആയിട്ടുള്ള ഒരു ഒരു രൂപം. പക്ഷെ ഇപ്പോൾ 10ഉം 15ഉം വയസ്സ് മാത്രം പ്രായമുള്ള, ബാല്യം കഴിഞ്ഞിട്ടില്ലാത്ത, ബാല്യത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കത കാലം കഴിഞ്ഞിട്ടില്ലാത്ത കുഞ്ഞു കുട്ടികളാണ് ഭീകരമായ കൊലപാതകങ്ങൾ ചെയ്യുന്നത്. അതും പെട്ടെന്ന് വരുന്ന ഒരു വികാര തള്ളലിൻ്റെ പുറത്ത് ചെയ്യുന്ന കൊലപാതകമൊന്നുമല്ല, വെൽ പ്ലാൻഡ് ആയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന കൊലപാതകങ്ങൾ. അതിനേക്കാളും അത്ഭുതം, നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനുശേഷം അവർക്ക് യാതൊരു ഗിൽറ്റോ എമ്പതിയോ ഒരു ഭയമോ ഒന്നുമില്ല അതിനെക്കുറിച്ച്. എങ്ങനെ ഇവരിത്ര മനുഷ്യത്വരഹിതരായി, അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത ഒരു ഒരു ജീവികളായി മാറി എന്നുള്ളത് എല്ലാവരും ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്. അയ്യോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഈ പുതിയ തലമുറയ്ക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്വാഭാവികമായിട്ടും കൊണ്ടുപിടിച്ച ചർച്ചയുണ്ട്. പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഇവർ മയക്കുമരുന്നാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ വയലൻസ് സിനിമകളാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിക്കണം, ഇവരാരും ഇന്നലെയോ ഇന്നോ ഒന്നും പൊട്ടിമുളച്ച കുഞ്ഞുങ്ങളൊന്നും അല്ല. ഇത് ഇന്നലെയോ ഇന്നോ ഉള്ള ഒരു ചെറിയ കാരണം കൊണ്ട് ഉണ്ടായതുമല്ല. ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻഡ് ആയിട്ട് ചിന്തിച്ചാൽ ഒരുപക്ഷെ നമുക്കിതിൻ്റെ ഒരു റൂട്ട് കോസ് കണ്ടെത്താൻ സാധിക്കും. അതിനെ ഒരു നല്ലൊരു സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കുക, ഇവരൊരു നിഷ്കളങ്കമായ ശൈശവത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ നിഷ്ഠൂരമായ ക്രൂരതകൾ ചെയ്യാൻ മടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ കുറേ കാലഘട്ടങ്ങളുണ്ട്, കുറേ കാരണങ്ങളുമുണ്ട്. ഇവരുടെ ശൈശവകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മൾ വളരെ എന്താ പറയുക, ഹാംലെസ് ആയിട്ടുള്ള, വളരെ നിരുപദ്രവങ്ങളായിട്ടുള്ള കളികളിൽ കൂടെ, നിഷ്കളങ്കമായിട്ടുള്ള കളിയിൽ കൂടെ ജനിച്ചു വളർന്ന ഒരു ബാല്യമാണ്. കാര്യം പറയുമ്പോൾ 70കളിലെ 80കളിലെ വസന്തം എന്നൊക്കെ കുറച്ചൊരു പരിഹാസം കലർന്ന ഒരു സംസാരമാണ് ഇപ്പോൾ ന്യൂജൻ ഇതിലേക്ക് കേൾക്കുന്നത്. അവർക്കെല്ലാം പരിഹാസമാണ്, പണ്ടുള്ള എല്ലാ കാര്യങ്ങളും പരിഹാസമാണ്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ നിഷ്കളങ്കത എവിടെ പോയി, അതെങ്ങനെ പോയി എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു 10ഓ 15ഓ വർഷം മുമ്പ് ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നോക്കുമ്പോൾ താഴെ കുട്ടികൾ വൈകുന്നേരം കളിക്കുന്നുണ്ട്. അവരിങ്ങനെ ഒരാൾ 1 2 3 4 എന്ന് എണ്ണുന്നുണ്ട്, ബാക്കി കുട്ടികൾ ഓടിപ്പോയി ഒളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ പഴയ ഒളിച്ചു കളി, സാറ്റ് കളി എന്ന് പറയും. ഒരാൾ എണ്ണും, മറ്റേ അവർ പോയി ഒളിക്കും, ഒരാൾ വന്ന് സാറ്റ് അടിക്കും, അങ്ങനെയുള്ള കളി. ഞാനൊരു കൗതുകത്തിൻ്റെ പുറത്ത് ചോദിച്ചു, ഇത് എന്ത് കളിയാണ് നിങ്ങൾ കളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവർ പറഞ്ഞ ആ പേര് കേട്ടിട്ട്, ബോംബിങ് ദി സിറ്റി എന്നാണ് എത്ര കളിയുടെ പേര്. ഒളിച്ചുകളിയൊന്നുമല്ല, ബോംബിങ് ദി സിറ്റി. എൻ്റെ ഓർമ്മ ബോംബിങ് ദി സിറ്റി എന്നാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു. അവർ കളിക്കുന്ന കളികളെല്ലാം മാറിപ്പോയിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളത് കണ്ടിട്ടും കണ്ടില്ല എന്ന് അടിച്ചു എന്നുള്ളതാണ് സത്യം. ഏത് കളികളിലും വയലൻസ് ആയിരുന്നു, ഏത് കളികളിലും ക്രൂരത ഉണ്ടായിരുന്നു, ഏത് കളികളിലും ചീറ്റിങ്ങും റിവെഞ്ചും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പോഷർ എങ്ങോട്ടാണ്, അവർ വായിച്ചിരിക്കുന്ന ബുക്കുകൾ, നമ്മളുടെ ചെറിയ പ്രായത്തിൽ ഹിതോപദേശ കഥകൾ, അല്ലെ പഞ്ചതന്ത്ര കഥകൾ, വിക്രമാദിത്യ കഥകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നു. അതിലെല്ലാം ഒരു ഒരു നല്ലൊരു മെസ്സേജും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കഥ കേൾക്കാനുള്ള കുട്ടികളുണ്ടോ? കഥ പറയാനുള്ള അമ്മൂമ്മമാരുണ്ടോ? അതിനുള്ള സാഹചര്യങ്ങളുണ്ടോ? അവർ കാണുന്ന അല്ലെങ്കിൽ അവർ വായിക്കുന്ന കഥകൾ എന്താണ്? കൂടുതലും വെസ്റ്റേൺ ഇംഗ്ലീഷ് കഥകളെല്ലാം വായിക്കുമ്പോൾ പലതിലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിഷ്ഠൂരമായ വയലൻസ് ഉണ്ടായിരുന്നു. അവർ കളിച്ചിരുന്ന ഗെയിമോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ കാലഘട്ടത്തിൽ ആണ് അവരുടെ ബാല്യം. ആ സമയത്ത് ഈ പറഞ്ഞ നിഷ്കളങ്കമായ ഓടിക്കളി, തൊങ്ങിക്കളി, ഒളിച്ചു കളിയുടെയൊക്കെ പകരം കമ്പ്യൂട്ടർ ഗെയിംസ് കടന്നു വന്നു. അതിലെന്താണ് അവർ കളിച്ചിരുന്നത്? നമ്മൾ PS2 PS5 ഒക്കെ എത്തിയിട്ടുണ്ട്. PS2 ഉണ്ടായിരുന്നു, എൻ്റെ കുട്ടികൾ കളിച്ചിരുന്നു. നമ്മൾ വളരെ സെലക്ട് ചെയ്താണ് ഗെയിംസ് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നത്.
പക്ഷേ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഒരു കളിയുണ്ട്, ഒരു ഗെയിം ഒരു കൂട്ടുകാരൻ തന്നിട്ടുണ്ട്, കളിച്ചോട്ടെ. എന്താന്ന് ചോദിച്ചപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു സെക്യൂരിറ്റി ഉണ്ട്, ബാങ്കിലെ ഒറ്റ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇവർ നമ്മൾ സ്വയം ഒരാളായി മാറുവാണല്ലോ ഇങ്ങനത്തെ അനിമേറ്റഡ് ഗെയിമുകളിൽ. എന്നിട്ട് നമ്മൾ അങ്ങനെ ആവണു, നമ്മൾ എന്നിട്ട് പിന്നാലെ പോയിട്ട് സെക്യൂരിറ്റിയുടെ കഴുത്തിൽ കമ്പിയിട്ട് എന്തോ മുറുക്കി കൊന്നിട്ട് ആ സെക്യൂരിറ്റിയുടെ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടിട്ട് പിന്നെ നമ്മളങ്ങ് കയറുവാണ് ബാങ്കിലേക്ക്. എന്നിട്ട് വെടിവെച്ചും റോബറിയും ഒക്കെയാണ്. നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെന്നാ കിട്ടിയ, ഒരു കൂട്ടുകാരൻ പറഞ്ഞാണ്. അന്വേഷിച്ച് വന്നപ്പോഴാണ് GTA ഗെയിം എന്ന് പറഞ്ഞ ഏതോ ഗെയിമാണ് കാറ്റഗറി. പല രാജ്യങ്ങളും ബാൻ ചെയ്ത ഗെയിമുകളാണിത്. അത്രയ്ക്കും വയലൻസ് ഉള്ള ഗെയിമുകളാണ്. ആരെങ്കിലും വയലന്റ് ചെയ്യണത് കാണുകയല്ല ചെയ്യണത്. നമ്മൾ സ്വയം വയലൻസ് ചെയ്ത് രസിക്കണ ഗെയിമുകൾ, കൊലപാതകം ചെയ്ത് രസിക്കണ ഗെയിമുകൾ, വെടിവെച്ച് കൊന്ന് രസിക്കണ ആ രക്തം തെറിപ്പിച്ച് അതിൻ്റെ ത്രില്ലാണ് കുഞ്ഞുങ്ങൾ ചെറിയ പ്രായം മുതലേ അറിഞ്ഞ് രസിച്ച് വളർന്നത്. നമ്മളാരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ എത്ര പേര് അത് മോണിറ്റർ ചെയ്തിട്ടുണ്ട്, എത്ര പേര് ഇങ്ങനത്തെ ഗെയിമുകൾ കളിക്കരുത് തടഞ്ഞിട്ടുണ്ട്, എത്ര പേർക്ക് അറിയാമായിരുന്നു, ഇവർ കളിക്കുന്ന ഗെയിമിൻ്റെ കണ്ടന്റ് നമ്മൾ തിരഞ്ഞിട്ടുണ്ടോ? PS2 PS5 ഒക്കെ എടുത്ത് കൊടുക്കും, കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കൊടുക്കും. ഇവർ എന്തെല്ലാം ഗെയിമാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ വായിക്കുന്ന ബുക്കുകളുടെ കണ്ടന്റ് എന്താണ്, ഇതെല്ലാം നമ്മൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമകൾ വന്നതോ നമ്മുടെ കാലത്തിന് മുമ്പുള്ളത് അതിലും തമാശാണ്. വളരെ നിഷ്കളങ്കമായിരുന്ന ഒരു പ്രേക്ഷകരായിരുന്നു നമ്മുടെ അച്ഛനമ്മമാരുടെ കാലത്ത്. നസീറിൻ്റെ ഒക്കെ കാലത്ത് അദ്ദേഹം പോലീസ് ഇൻസ്പെക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ CID ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഇവിടെ ഒരു പട്ടുണി പോലത്തെ ഒരു ബ്ലാക്ക് എന്തെങ്കിലും സാധനം വെച്ചുകൊണ്ട് വരും. ഈ കൊള്ളക്കാർക്ക് ആർക്കും മനസ്സിലാവില്ല അത് നസീറാണ്. ഒരു ഇപ്പം ജനിച്ച കുട്ടിക്ക് പോലും മനസ്സിലാവും, പക്ഷെ കൊള്ളക്കാർക്ക് ആർക്കും മനസ്സിലാവില്ല. അത്രയ്ക്കും നിഷ്കളങ്കമായി അതിങ്ങനെ അന്തം വിട്ട് കണ്ടിരുന്ന അച്ഛനമ്മമാരാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ. അത് കഴിഞ്ഞ് കുറച്ച് മാറ്റം വന്നു, നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയി സിനിമകൾ. പക്ഷെ അപ്പോഴും എല്ലാ സിനിമകളിലും ഒരു കഥയുണ്ടായിരുന്നു, മിക്കവാറും ഒരു മോറൽ ഉണ്ടായിരുന്നു. അന്നത്തേക്ക് ഹീറോ എന്ന് പറഞ്ഞാൽ ഹീറോ തന്നെയാണ്, വില്ലൻ എന്ന് പറഞ്ഞാൽ വില്ലനാണ്, അതിനൊരു കോൺക്രീറ്റ് ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ഒരു ഹീറോയും എല്ലാ ഏഹ്, മോശം ഇടപാടുകളും ഉള്ള ഒരു വില്ലനുമായിരുന്നു. പക്ഷെ അതിൽ റിയലിസ്റ്റിക് ആണോ എന്ന് റിയലിസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്, അത് സത്യമാണ്. അതുകൊണ്ട് ന്യൂജൻ കുട്ടികൾക്ക് അതൊക്കെ പുച്ഛമാണ്. പിന്നെ പിന്നെ വന്നപ്പോൾ ഇതൊരു മിക്സപ്പായി. ഹീറോയിൽ കുറേ വില്ലത്തരങ്ങളുണ്ട്. അദ്ദേഹം മദ്യപിക്കും, അദ്ദേഹം സ്പിരിറ്റ് കടത്തും, അല്ലെങ്കിൽ അദ്ദേഹം ലോഹം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടപ്പോൾ അതിൽ മോഹൻലാൽ, രഞ്ജി പണിക്കരൊക്കെയാണ് അതിലെ ഹീറോ പാർട്ടുകളിൽ നിൽക്കുന്നവർ. അതിലൊരു ഒരു ആളെ കൊന്ന് ഒരു പൂർണ്ണ ഗർഭിണിയുടെ ഭർത്താവിനെ ക്രൂരമായി ഏഹ്, വിദേശത്ത് വെച്ച് കൊന്നിട്ട് ആ ഡെഡ് ബോഡിയിൽ സ്വർണം കടത്തുന്ന ഒരു കഥയാണ്. അപ്പോൾ അവരെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ണി ചോരയുണ്ടോ, പൂർണ്ണ ഗർഭിണിയുടെ ഭർത്താവിനെ അല്ലേ നിങ്ങൾ കൊന്നു കളഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവരും കാത്തിരിക്കണ എന്തിനു വേണ്ടിയിട്ടാ? ഈ സ്വർണത്തിൻ്റെ ഒരു പങ്ക് പറ്റാനാണ്. പിന്നെ എന്ത് ന്യായമുള്ളത്, എന്ത് മോറലാ ഉള്ളത് ആ സിനിമയിൽ? അപ്പോൾ കുട്ടികൾ ഇതെല്ലാമാണ് കാണുന്നത്. അവർ ഹീറോന്ന് കണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ അത്രയും മെച്യൂരിറ്റി തിങ്കിങ് ഇല്ലാത്തൊരു പ്രായത്തിൽ, കൗമാരപ്രായത്തിൽ കുട്ടികൾ അതിനെ എടുക്കുന്ന രീതി എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർ ആ ഹീറോ ചെയ്യുന്നതെല്ലാം അവർക്ക് നല്ലത്, ഹീറോ ഈക്വൽ ടു ഗുഡ് എന്നുള്ള ആ ഒരു ഇക്വേഷൻ അവർ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ചെയ്യുന്നതിനെല്ലാം അവർ ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും. കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി വന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സിനിമകളിൽ കഥയില്ലാതെയായി, പാട്ടുകളിൽ സാഹിത്യമില്ലാതെയായി, സിനിമകളുടെ ഉദ്ദേശം തന്നെ സോഷ്യൽ വൽക്കരണം, മറ്റേ കൺവേർഷൻ ഒന്നുമല്ല, വേറെ പല ഉദ്ദേശങ്ങളിലേക്ക് പോയി സിനിമകൾ. വയലൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സിനിമകൾ, ഈയിടെ ഇറങ്ങിയിരിക്കുന്ന സിനിമകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, വയലൻസ് മാത്രമാണ് അതിൻ്റെ തീം, അതിൽ കഥയില്ല. വയലൻസ് കണ്ട് കൊന്നും കൊലവിളിച്ചും അതിൽ ത്രില്ലടിപ്പിച്ചും അത് മാത്രം കണ്ട് രസിപ്പിക്കാൻ വേണ്ടിയുള്ള സിനിമ. അതിൽ കാണുന്ന ഹീറോ എന്ന് പറഞ്ഞ മനുഷ്യൻ തന്നെ ചെയ്യണത് ഈ ഈ ഒരു വയലൻസ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിൽ മനസ്സിന് ആ ഒരു പദം വന്ന ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ ഈ ടീനേജേഴ്സ്. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എവിടെയോ ഈയിടെ കേട്ടു, ഈ പോലീസുകാർക്ക് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ്മോർട്ടം എല്ലാം കാണിക്കും, നിരന്തരമായിട്ട് പോസ്റ്റ്മോർട്ടം കാണിക്കും. കാരണം അവർക്ക് ആ ഒരു അതിനോടുള്ള ഒരു അറപ്പ് മാറാൻ, അതിനോടുള്ള ഒരു ഹെസിറ്റേഷൻ മാറാൻ, ആ ഒരു മരണം അല്ലെങ്കിൽ ഡെഡ് ബോഡി, രക്തം, ഇതിനോടൊക്കെയുള്ള ആ ഒരു അറപ്പും വെറുപ്പും മാറി ഒരു പക്വതയിലെത്തിക്കാൻ അത് സമരസപ്പെടും. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. അവർ ചെറിയ പ്രായത്തിൽ കളിച്ച ഗെയിം മുതൽ ഓടിക്കളിച്ച് തൊങ്ങിക്കളിച്ച് നടന്നിരുന്നിടത്ത് അവർ കളിക്കുന്ന ഗെയിമിൽ വയലൻസ് ആണ്.
അവർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്ന ഗെയിമുകളിൽ മുഴുവൻ വയലൻസ് ആണ്, വായിക്കുന്ന ബുക്കുകളിൽ വയലൻസ് ആണ്, കാണുന്ന സിനിമകളിൽ അങ്ങേയറ്റം ത്രസിപ്പിക്കുന്ന വയലൻസ് ആണ്. അവർ വയലൻസ് ചെയ്ത് വളർന്ന ഒരു ജനറേഷനാണ്, കണ്ടു വളർന്നവരല്ല. അവിടെയാണ് ഇതിൻ്റെ അപകടം. അവർക്ക് ആ ത്രില്ല് കിട്ടണമെങ്കിൽ ഒന്നിനൊന്ന് കൂടുതൽ 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 വയലൻസിലേക്ക് പോയാലേ അവർക്ക് ആ ത്രില്ല് കിട്ടുള്ളൂ. അവർക്ക് അറപ്പ് മാറി. ഒരു ഡെഡ് ബോഡി കണ്ടാലോ അല്ലെങ്കിൽ ബ്ലഡ് എന്താ പറയുക, ബ്ലഡ് പരക്കണത് കണ്ടാലോ, ബ്ലഡ് തെറിക്കണത് കണ്ടാലോ, കുത്തി കൊല്ലണത് കണ്ടാലോ, പെടയണത് കണ്ടാലോ ഒന്നും അവർക്ക് അവരുടെ മനസ്സിൽ ചലനങ്ങളില്ലാതെയായി. കുറച്ച് വർഷം മുമ്പ് ഏതോ ഒരു ന്യൂസിൽ അങ്ങനെ അത്ര കാണിക്കാത്ത ആണ്, പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയോ ആന ഇടഞ്ഞ ഒരു ന്യൂസ് കുറേ വർഷം മുമ്പ്, അത് ആന ഇങ്ങനെ ഇടഞ്ഞിട്ട് പാപ്പാനെ ഇങ്ങനെ ചവിട്ടി കൊന്നിട്ട് തുമ്പിക്കയിൽ ഇങ്ങനെ തൂക്കണ ഒരു സീൻ. ഒരു മിനിറ്റ് ഞാനത് കണ്ടുപോയി. അതെന്തുകൊണ്ട് അവരങ്ങനെ കാണിച്ചു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. അതൊരു ജീവനില്ലാത്ത ആ ഒരു ശരീരം ഇങ്ങനെ ഒരു കടലാസ് പോലെ കിടന്ന് തൂങ്ങിയാടുന്ന ആ ഒരു സീൻ എന്നെ വല്ലാതെ ഒലച്ചു കളഞ്ഞു. ഞാൻ 2 ദിവസം അതിൻ്റെ ഒരു ട്രോമയിലായിപ്പോയി. 2-3 ദിവസം കഴിഞ്ഞ് എനിക്ക് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ഒരു സീനാണ്. പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും കണ്ടാൽ അനങ്ങില്ല. എട്ടുകാലിയെ കണ്ടാലും പാറ്റയെ കണ്ടാലും ഒക്കെ ഓടി നിലവിളിച്ചിരുന്ന ഒരു ബാല്യം തന്നെയായിരുന്നു, ശൈശവം തന്നെയായിരുന്നു അവർക്ക്. എവിടെയാണ് ഈ ട്രാൻസ്മിഷൻ നടന്നത്? എന്തുകൊണ്ടാണ് നടന്നത്? അവർക്ക് ചെറുപ്പം മുതലേ കിട്ടിയിരിക്കുന്ന എക്സ്പോഷർ മുഴുവനും വയലൻസിനോടാണ്. എക്സ്പോഷർ മുഴുവനും കൊലപാതകങ്ങളോടും ബ്ലഡിനോടുമാണ്. അതുകൊണ്ട് അവർക്ക് യാതൊരു ചലനവും ഒരു ഒരു അസഹിഷ്ണുതയോ അസ്വസ്ഥതയോ അവരുടെ മനസ്സിലുണ്ടാവില്ല. എന്നാൽ ഇങ്ങനെ കണ്ട കുട്ടികളെല്ലാവരും കൊലപാതകികളാവോ എന്നൊരു തർക്കമുണ്ട്. ഇല്ല, ആവില്ല. പക്ഷേ ഈ ഒരു വൾണറബിലിറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൗമാരപ്രായക്കാരൻ്റെ അടുത്തേക്ക് കുറച്ച് ഡ്രഗ്സ് കൂടി ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ നെർവസ് സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യുക, നമ്മുടെ എല്ലാ ഇമോഷണൽ ബാലൻസിങ്ങും തകർത്ത് തരിപ്പണാക്കുന്ന സാധനമാണ്. അവിടെ ഇമോഷൻസ് ഇല്ല, അവിടെ റീസണിങ് ഇല്ല, അവിടെ ലോജിക്കൽ തിങ്കിങ് ഇല്ല, ഒന്നുമില്ല. മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മൃഗമാക്കി മാറ്റുന്ന അത്തരം ഡ്രഗ്സിൽ കൂടി ഈ കുട്ടിക്ക് ഒരു എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും അവൻ്റെ അവസ്ഥ? അപ്പം ഇങ്ങനെ എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് ചിന്തിച്ചാൽ നമ്മൾക്ക് ഒരു പക്ഷേ അതിൻ്റെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ആ ഒരു റീസണിലേക്ക് എത്താൻ പറ്റും. വളരെ എന്താ പറയുക, റൂട്ട് കോഴ്സിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. ഇനിയെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇത് ചെറിയ പ്രായം മുതലേ അവരെ ശ്രദ്ധിച്ച് എവിടെയൊക്കെ, ഇനി ഇതിനേക്കാളെല്ലാം ഉപരിയാണ് ഇപ്പോഴത്തെ നിയമങ്ങൾ കേട്ടോ, അതുകൂടി പറയണേ ഇതിൻ്റെ ഒപ്പം. ഈ ഒരു വൾണറബിലിറ്റി ഉള്ള കുട്ടിക്കാണ് ഈ ഡ്രഗ്സ് ഇപ്പോഴത്തെ നിയമങ്ങളുടെ എല്ലാ സാധ്യതകളും. ആരെയും അവർക്ക് പേടിയില്ല. നമ്മളോട് ഒത്തിരി തർക്കിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അകത്താവുന്നവർക്കറിയാം. അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ഇപ്പോൾ ഒന്ന് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്താൽ അധ്യാപകരെ തൂക്കിയെടുത്തുകൊണ്ട് പൊക്കോളും എന്നറിയാം. വളരെ വിചിത്രമായ നിയമമാണ്. ശിക്ഷയില്ല, ഒന്നുമില്ല. ആരെയും അവർക്ക് ഭയമില്ല. മൂല്യബോധം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലാണ്ടായി. സ്വാതന്ത്ര്യബോധം വന്ന് അങ്ങേറ്റം സ്വാതന്ത്ര്യം, ആരെയും കൂസണ്ട എന്നുള്ള, എല്ലാത്തിനോടും അവർക്ക് പുച്ഛമാണ്. പഴയ ജനറേഷനോടെല്ലാം. എല്ലാ ജനറേഷനിലും ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. നമ്മൾ ടെക്നിക്കലി ഉണ്ടായിരുന്ന നോളജൊന്നും നമ്മുടെ പാരൻസിന് ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾക്കുള്ള ആ ഒരു ടെക്നിക്കൽ നോഹോ ഒന്നും അല്ല ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ. അവർക്ക് നമ്മളെക്കാളെല്ലാം ഉപരി ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷേ നമ്മൾക്ക് അതറിയാമെങ്കിൽ നമ്മൾ നമ്മുടെ പാരൻസിനെ പുച്ഛിച്ചിരുന്നില്ല. എവിടേക്കോ നമുക്കൊരു ബഹുമാനവും ഒരു ഭയഭക്തി ബഹുമാനം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. ഇപ്പം ആരെയും പേടിക്കണ്ട എന്നുള്ള ആ ഒരു കൂസില്ലായ്മ കൂടി ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ അവരിതപ്പുറം ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇനിയെങ്കിലും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ, ഈ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് വിലയിരുത്തി എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സൊല്യൂഷനിലേക്ക് പോയില്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഇനിയും കൈവിട്ട് പോവുകയുള്ളൂ. ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ